വന്ദേ ശ്രീ തളിയിൽ വിളയാടിയിടും തളിയിലപ്പനെ വന്ദിക്കാമിഹ പാർവതീ പ്രിയതമം ശ്രീനീലകണ്ഠേശ്വരം. വന്ദേ നാഗവിഭൂഷണം ഭയഹരം ഭസ്മപ്രിയം ശങ്കരം. വന്ദേഹം കരുണാമയം പശുപതിം ത്രൈലോക്യനാഥം ഭജേ. എല്ലാവർക്കും സസ്നേഹം നമസ്കാരം. വാടാമലരുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വടക്കൻ കേരളത്തിലെ കാസർഗോട്ടുള്ള നീലേശ്വരം തളിയിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രവിശേഷം അറിയാം. നീലേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമൊക്കെ വളരെ അടുത്താണ് ഈ ക്ഷേത്രം. സാക്ഷാൽ ശ്രീ നീലകണ്ഠേശ്വരൻ വാഴുന്ന ഇടം നീലേശ്വരം എന്ന പേരിലറിയുന്നു. നീലമഹർഷി തപസ് ചെയ്ത സ്ഥലം എന്നതുകൊണ്ടും ഈ സ്ഥലം നീലേശ്വരം എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നു. ഇരട്ട ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ശിവനും വിഷ്ണുവിനും പ്രത്യേകം ഗോപുരങ്ങൾ. റോഡിൽ നിന്ന് അമ്പലത്തിലേക്ക് തിരിയുമ്പോൾ വർഷങ്ങളുടെ കഥ പറയുന്ന ഒരു ആൽത്തറ. മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായി ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർക്കുള്ള ഒരു കെട്ടിടം. ഗോപുരനടയിൽ ചെന്നപ്പോഴേക്കും ഭഗവാന്റെ ശ്രീകോവിലിൽ നിന്നും മണിനാഥൻ. ധാരയ്ക്കുള്ള സമയമായി. ധാരയും ഉച്ചപൂജയും ഒക്കെ തൊഴുതു. അല്പം കഴിഞ്ഞപ്പോഴേക്കും ഉച്ചശിവേലിക്കുള്ള സമയമായി. ശിവേലി എഴുന്നള്ളത്തും കണ്ടു. ഇവിടെ ഉപദേവന്മാരായി ഗണപതിയും ശാസ്താവും മഹാവിഷ്ണുവും ഉണ്ട്. അമ്പലത്തിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഇടത്തോട്ട് പോകുമ്പോൾ നീലേശ്വരം രാജവംശത്തിൻ്റെ കോവിലകങ്ങളും ഒരു വലിയ കുളവും ഒക്കെ കാണാം. നീലേശ്വരം രാജവംശത്തിൻ്റെ പിറവിക്ക് പിന്നിൽ ഒരു വലിയ സംഭവമുണ്ട്. നമുക്ക് പിന്നെ ഒരിക്കൽ പറയാം.